ഇൻവൈറ്റ് എല്ലാവരുടെയും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ലൈക്ക് 2-3 മന്ത്സ് കൂടുമ്പോഴത്തേക്കും ആക്സസിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾ ചെയ്തത് കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ ഞാൻ ഇന്നും ചോദിക്കാണ്. ആക്സസ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്ന 2 വർഷമായിട്ടുള്ളവരുണ്ട്, 3 വർഷമായിട്ടുള്ളവരുണ്ട്, 2 വർഷമായിട്ടും ആൻഡ് ഇപ്പൊ റീസെന്റ് ആയിട്ട് പഠിച്ചിറങ്ങിയവരും ഉണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളായിരിക്കും പങ്കുവയ്ക്കാനുണ്ടാവുക. റൈറ്റ്? ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നവര് പല ജില്ലകളിൽ പല സ്ഥലങ്ങളിൽ ഉള്ളവരാണ്. സോ ദേ ക്യാൻ ആൻസർ ജെനുവിൻ ആൻസർ. ഇല്ലാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ പറയേണ്ടതില്ല. ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയാം. ബിക്കോസ് വി പീപ്പിൾ ആർ മോർ ബ്രില്യൻറ്റ്. ഓക്കെ, ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങള് അതിനൊന്നും ഒരുപാട് കാലം നിലനിൽക്കാനൊന്നും പറ്റത്തില്ല. കുറച്ചു കാലം ഭയങ്കര ഹൈപ്പിൽ പോകും, ബട്ട് ആഫ്റ്റർ ഇറ്റ് വിൽ ഫെയ്ഡ് അവേ ഓൾ ദസ് ഫേക്ക് തിങ്സ്. എന്നാൽ ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇറ്റ് സ്റ്റേസ്. റൈറ്റ്? അതുകൊണ്ട് ജെനുവൻ ആയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ആക്സസ് ക്ലാസ്സിൽ പങ്കെടുക്കുകയും ആ ടൂൾസും സ്റ്റേറ്റ്മെന്റ്സും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നവര് പ്ലീസ് കം ആൻഡ് പ്ലീസ് സേ യുവർ എക്സ്പീരിയൻസ്. അപ്പൊ ഷൈജു സാർ, യു വിൽ ഓൾസോ സാറിനും സാറ്റിസ്ഫൈഡ് ആവും. ഫ്യൂച്ചറിൽ ആരെങ്കിലും ഈ യൂട്യൂബ് വീഡിയോസ് കാണുകയാണെങ്കിൽ അവർക്കും സാറ്റിസ്ഫൈഡ് ആവും. അവർക്കും കൂടുതൽ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു. ആക്സസ് ബാസ്, ആക്സസ് ഫേസ് ലിഫ്റ്റ്, സോ ആർ യു ഫിഷ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതൊരു ഓൺലൈൻ ക്ലാസ് ആണ്. അതിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഓരോരുത്തരുടെയും ഏതെല്ലാം മേഖലകളാണോ ലോക്ക്ഡ് ആയിരിക്കുന്നത് അതിൽ നിന്നൊക്കെ റിലീവ്ഡ് ആവാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം. ആൻഡ് അനുഭവം ലഭിച്ചവർ പറയുമ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷവും. സോ നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. ആരാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് പറയൂ കേട്ടോ. നമസ്തേ. ഞാന് ഹരികൃഷ്ണൻ ഹരിയാണ്. സാറാണോ? ഓക്കെ, ശരി. ഓക്കെ. ഞാന് ആദ്യമായിട്ട് ഇവിടെ ദുബായിലായിരുന്നു. ഇത് മറ്റേ ഇപ്പൊ ചോദ്യം ചോദിച്ച ആൾക്ക് വേണ്ടിട്ട് പറഞ്ഞോ. സർ, ഇത് ഞാനിവിടെ ഹരി സർ ദുബായിലായിരുന്നു. ഒരു മിനിറ്റ്. ഹരി സർ ആക്ച്വലി ഒരു മിനിറ്റ്. ലൈക്ക് അതായത് ഇത് യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണേ. ഓക്കെ. ഓക്കെ, ശരി സർ, പറയൂ. അപ്പൊ ഞാൻ ഇവിടെ ഗൾഫിലായിരുന്നു ഇവിടെ കാർ ചെയ്തത്. എനിക്ക് അത് അവിടെ നിന്ന് ആദ്യമായിട്ട് വന്നിട്ട് ഹരി സർ, അത് കേൾക്കാൻ സാധിക്കുന്നില്ല. സ്റ്റക്ക് ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പൊ കേൾക്കാമോ? പറയൂ സർ. അപ്പം മാം മുമ്പ് പറഞ്ഞില്ലേ ആദ്യമായിട്ട് ചെയ്തപ്പോ മാമിന് ഉണ്ടായ എക്സ്പീരിയൻസ് ഇതുപോലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഇത് ആദ്യമായിട്ട് ചെയ്തപ്പോൾ എനിക്കും ഉണ്ടായത്. അപ്പം എനിക്ക് വെളിയിലുള്ള സൗണ്ടുകളും കാര്യങ്ങളും ഒക്കെ കേൾക്കാം. പക്ഷെ ഞാനൊരു ഉറക്കത്തിലായിരുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യമായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് കണ്ടിന്യൂ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സ്വാപ്പ് ചെയ്യാനും ഒന്നിനും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഒരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ പലരുമായിട്ട് ഇങ്ങനെ ഈ ആക്സസിനെ കുറിച്ച് സംസാരിച്ചു. കാരണം ഇത് എനിക്ക് എഫക്ട് ചെയ്തിരുന്നു. ആക്സസ് ബാർ എഫക്ട് ചെയ്തതിന് ശേഷം ഞാനും മാം പറഞ്ഞ പോലെ ഈ വേദം ഇതെല്ലാത്തിനകത്തൂടെ പോയി നടക്കുന്ന ഒരാളായിരുന്നു. അപ്പം ഇത് എഫക്ട് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായതിനു ശേഷം ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ള ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പല പരിപാടികൾ നോക്കി. ഒന്നും നടക്കുന്നില്ല. അവസാനം ഞാനൊരു ഫേസ്ബുക്ക് ഐഡി ഉണ്ടാക്കി ഞാൻ തന്നെ ഇതിന്റെ എല്ലാം ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മുകളിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ആരെയൊക്കെ പിടിച്ച് ആഡ് ചെയ്തു. അങ്ങനെ ഒരു ഇംഗ്ലീഷ് ഒരാളിനെ കിട്ടി. അപ്പം ആളിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പൊ അവരെന്നോട് പറഞ്ഞു ഇത് യൂണിവേഴ്സിനോട് ചോദിക്കാൻ പറഞ്ഞു. ഞാനിത് യൂണിവേഴ്സിനോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മാമിന്റെ ക്ലാസ് വന്നു. മാമിന്റെ ക്ലാസ്സിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. ഞാൻ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മാം അതിനകത്ത് സ്വാപ്പിന്റെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തു. ആ സ്വാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തതിനു ശേഷം നേരെ ദുബായിൽ ഈ സാധനത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സെറ്റ് ചെയ്തു. ആ ഒരു ലെവലിൽ വരെ എത്തി. എന്ന് വെച്ചാൽ ഞാൻ കുറെ നാളുകൊണ്ട് ഇതിന്റെ ഒന്നും പറ്റാണ്ടിരുന്നിട്ട് ഞാൻ പിന്നെ അത് നടന്ന് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ ഇത് പറയാമെന്ന് വെച്ചിരിക്കുമായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കര ഒരു എഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ തലയ്ക്കുള്ളിൽ ഭയങ്കര ഒരു ക്ലാരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ ഈ സാഹചര്യങ്ങൾ ഇവിടുന്ന് മാറുന്നുണ്ടായിരുന്നു. ഞാൻ പക്ഷെ സ്റ്റേറ്റ്മെന്റ് ഒന്നും യൂസ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്റെ കുറെ പ്രോബ്ലംസിനകത്തുനിന്ന് ഇങ്ങനെ മാറുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇന്നലെ ആ ഒരു ലാസ്റ്റ് ക്ലാസ് ഭയങ്കര ബെനിഫിറ്റ് ആയിരുന്നു. കാരണം മോന്റെ കാര്യങ്ങളിൽ വേണ്ടിയിട്ട്
ഞാൻ ഇന്നലെ അവനോട് ചോദിച്ചു, നിനക്ക് എന്താ ഇങ്ങനെയുള്ള ഭൂമിയുടെ കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ അവന് പറഞ്ഞത് അവന് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാനത് പ്രതീക്ഷിച്ചത് സന്തോഷമാണ്, ഇതിനെ ഓരോന്ന് കാണുന്നത് സന്തോഷമാണ്, ഇതിനെക്കുറിച്ചൊക്കെ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഭയങ്കര ഒരു മോട്ടിവേഷൻ ക്ലാസ്സും ആയിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. എനിക്കും അതിനനുസരിച്ച് ഭയങ്കര സന്തോഷമായി. ലൈഫ് ചേഞ്ച് ആവുന്നുണ്ട്, അത് അറിയാൻ പറ്റുന്നുണ്ട് ഈ സംഭവത്തിൽ. കാരണം ഞാന് ഈ പറയുന്ന കുറെ ഔട്ട്സൈഡ് കുറെ ഇതിലൊക്കെ പോയിട്ടുള്ളതാണ്. കുറെ കാര്യങ്ങൾ ഈ താന്ത്രം മന്ത്രം എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങളുടെ ഇടയിൽ പെട്ടുപോയിട്ടുള്ളതാണ്. അപ്പം ഇതൊരു ഭയങ്കരമായിട്ടൊരു എന്താ പറയാ, ഇതൊരു മുക്തിയിലേക്കുള്ളൊരു വഴി എന്നൊക്കെ പറയുന്ന പോലൊരു സംഭവമാണ്. പക്ഷെ അത് എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്ത് എനിക്കത് മനസ്സിലാവുന്നുണ്ട് സംഭവം എന്താണ്. താങ്ക് യു ഇനി അത് കണ്ടിന്യൂസ് ചെയ്ത് പോകാൻ പറ്റുമോ എന്ന് അറിയില്ല, അത്രേ ഉള്ളൂ. സാർ. ഓക്കെ. അറിയില്ല എന്നുള്ള വാക്ക് പറയുന്നത് നിർത്തൂ. ഹരിസാറിനെ ഞാൻ കണ്ടിട്ടില്ല. സാർ ആക്ച്വലി ദുബായിൽ നിന്ന് ഓൺലൈൻ ക്ലാസ് ആണ് അറ്റൻഡ് ചെയ്തത്. സോ ആർ യു ഫിഷ് എന്ന് പറയുന്ന ക്ലാസ് ആണ് സാർ അറ്റൻഡ് ചെയ്തത്. ആക്സസ് ബാർസിന്റെ ക്ലാസ് അല്ല അത്. നമുക്ക് എനിക്ക് ഓൺലൈനിൽ എടുക്കാൻ പെർമിഷൻ ഉള്ള ക്ലാസ് ആണ്. സോ സാർ, ഹരിസാറിനോട് എനിക്ക് പറയാനുള്ളത്, സാർ ആക്ച്വലി ആ യൂറോപ്യൻസിനെ കണക്ട് ചെയ്തപ്പോ യൂറോപ്യൻസ് സാറിനോട് പറഞ്ഞത് യൂണിവേഴ്സിനോട് ചോദിക്കൂ എന്നാണ്. ഓക്കെ, സാർ ചോദിച്ചപ്പോഴത്തേക്കുമാണ് സാറിന് ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ വന്നെത്തിപ്പെട്ടത്. അത് സാറിന് ഇപ്പൊ ലഭിച്ചിരിക്കുന്ന അനുഭവം. ആൻഡ് ഇപ്പോഴും സാർ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയ വാചകം എന്ന് പറഞ്ഞാൽ, എനിക്ക് അറിയില്ല, എനിക്ക് നടക്കുമോ എന്ന് അറിയില്ല, അങ്ങനെയല്ല പറയേണ്ടത്. ഇത് നടക്കാൻ എന്താ സാധ്യത എന്ന് ചോദിക്കൂ പ്രപഞ്ചത്തോട്. ആസ്ക് യു ഷാൽ റിസീവ് എന്നാണ്. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നാണ്. വെറുതെ പോയിട്ട് ഓക്കെ നടക്കില്ല, അത് അങ്ങനെ സംഭവിക്കില്ല, ഇങ്ങനെ സംഭവിക്കില്ല, ഇതൊക്കെ എനിക്ക് എങ്ങനെ സംഭവിക്കും, എനിക്കിതിന് അർഹതയുണ്ടോ, ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉപേക്ഷിക്കൂ, പ്രപഞ്ചത്തെ വിശ്വസിക്കൂ. ഓർ നിങ്ങൾ പല മതസ്ഥർ ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഈ ജന്മത്തിൽ ജനിച്ച ദൈവത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കൂ. നിങ്ങളിലുള്ള വിശ്വാസമൊക്കെ കളയൂ. ഓക്കെ, ആൻഡ് ദൈവത്തെ പരിപൂർണമായിട്ട് വിശ്വസിക്കൂ. ആൻഡ് ജസ്റ്റ് ആസ്ക് ലൈക്ക് എ സ്മോൾ കിഡ്, റൈറ്റ്? ലൈക്ക് ഇപ്പൊ വിചാരിക്കും, യൂണിവേഴ്സിനോടല്ലേ ചോദിക്കേണ്ടത്, ദൈവത്തിനോട് ആണോ ചോദിക്കേണ്ടത്, അങ്ങനെയൊക്കെ സംശയം. ജസ്റ്റ് ദ നെയിംസ് ആർ ഡിഫറെന്റ്. യു ആസ്ക്, ചോദിക്കുക എന്നുള്ളതാണ്. താങ്ക് യു ഹരി സർ ഫോർ ഷെയറിങ് യുവർ എക്സ്പീരിയൻസ്. ഡെഫിനറ്റ്ലി സർ ചോദിച്ചിട്ടേ ഇരിക്കൂ, എല്ലാ വാതിലുകളും തുറക്കപ്പെടും. ഓക്കെ, താങ്ക് യു. മറ്റാർക്കെങ്കിലും അനുഭവം ഷെയർ ചെയ്യാനുണ്ടോ? ആക്സസ് ബാസ് സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. മാം, ആരാ മാം ഇപ്പൊ വിളിച്ചത്? ഞാൻ ഗായത്രി. ഗായത്രി കുട്ടി, പറയൂ. എനിക്ക് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനകത്ത് ബാക്ക് പെയിൻ ഭയങ്കരമായിട്ട്, എനിക്ക് ഇരിക്കാനും കുറച്ചു നേരം ഇരിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ എനിക്ക് ഡിസ്കിനാണ് ബൾജ് ആയിരുന്നു. അത് അത് കാരണം ഭയങ്കര മാനസികമായിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് നോർമലായിട്ട് ഇനി എന്ന് വെച്ചാൽ നോർമൽ ലൈഫ് ഇനി പറ്റുമോ, എനിക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല, യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ ഭയങ്കര മാനസികമായിട്ട് ശാരീരികമായിട്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി ഒക്കെ ഇരുന്ന സമയത്താണ് ഞാൻ ഫേസ് ലിഫ്റ്റ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് അതിന്റെ ആ ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അതായത് ഞാൻ ഭയങ്കര ഡിപ്രസീവ് സ്റ്റേജ് അതുപോലെ നിന്ന ഒരു വ്യക്തിയാണ്. പെട്ടെന്ന് ആ മാഡം കുറെ ക്ലിയറൻസും ഒക്കെ പറഞ്ഞു, എനിക്ക് ഭയങ്കര റിലാക്സ് ആയി, ഞാൻ ഭയങ്കര ഹാപ്പി ആയി. എനിക്കപ്പോ മനസ്സിലായി, ഞാൻ ഈ കൊണ്ടടക്കുന്ന പെയിൻ കൂടുതലും ശരീരത്തിന്റെ മാത്രമല്ല, അതായത് മറ്റുള്ളവരുടെ പെയിൻ അല്ലെ മറ്റെന്തൊക്കെയോ കാരണങ്ങൾ കൂടെ കൊണ്ടാണ് എനിക്ക് ആ പെയിൻ ഉണ്ടായിരുന്നത് എന്നുള്ളത് എനിക്ക് അന്നേരം മനസ്സിലായി. അത് കഴിഞ്ഞപ്പോ തൊട്ട് നമ്മള് ഇവിടെ ഹസ്ബൻഡിന് പഠിപ്പിച്ചു കൊടുത്തു. എന്റെ മോള് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ തൊട്ട് എനിക്ക് ഹെൽത്തിന്റെ ഈ കണ്ടീഷൻ നല്ല വ്യത്യാസം തുടങ്ങി. ആ ബാക്ക് പെയിൻ ഒക്കെ നല്ല കുറവ് വന്നു തുടങ്ങി. ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്, എനിക്കിപ്പോ ജോലിയൊക്കെ അത്യാവശ്യം ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല വ്യത്യാസമുണ്ട് എനിക്ക് അതിന്റെ കാര്യത്തില്. പിന്നെ പറയുകയാണെങ്കിൽ മാഡം ഇപ്പൊ ഇപ്പോഴത്തെ ഈ ഹാപ്പി ആണോ? ലാസ്റ്റ് ഭയങ്കര ഹാപ്പിയാണ് മാം. എന്റെ ഫേസ് ഒക്കെ കാണുമ്പോൾ അറിയത്തില്ല, ഞാൻ വീഡിയോ ഓൺ ഭയങ്കര ഹാപ്പി അല്ലേ? കാണുന്നില്ല, അല്ല, മുഖത്തെ ഹാപ്പിനെസ് അല്ല, മനസ്സുകൊണ്ട് ഹാപ്പി ആണോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യാ, ഐ ക്യാൻ. വാവ്, ഇറ്റ്സ് എ ബിഗ് ഡിഫറൻസ്.
ഞാൻ അന്ന് ആദ്യം കണ്ട ആളെ അല്ല. ഈ അതെ, അത് നേരത്തെ എനിക്ക് ചിരിക്കാനേ പറ്റത്തില്ല. ഞാൻ അന്ന് മാമിന്റെ അടുത്ത് പറഞ്ഞില്ലേ, മാം ഞാൻ ചിരിക്കാൻ പോലും മറന്നുപോയി എന്നുള്ള അവസ്ഥയായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായിരുന്നു സത്യം. അങ്ങനെ അത്രയും ഭയങ്കര ഒരു ഡിപ്രഷൻ ഒരു സ്റ്റേജിലൂടെ ഒക്കെ പോയായിരുന്നു. അത് ഈ ഒരു ക്ലാസ് കഴിഞ്ഞപ്പോ ഈ ഒരു ക്ലാസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ് ഭയങ്കര ഒരു മാറ്റമാണ് എനിക്ക് വന്നിട്ടുള്ളത്. കാരണം ഗായത്രി മാഡം എനിക്ക് ആക്ച്വലി ആ വീഡിയോ ഞാൻ ഓഫ് എന്റെ ചെയ്തോളൂ, ചെറുപ്പകാലം വീഡിയോ ഓഫ് ചെയ്തോളൂ, ബിക്കോസ് ഐ കനോട്ട് ഹിയർ ഇറ്റ് പ്രോപ്പർലി. ഇപ്പൊ കേൾക്കാൻ പറ്റുമോ മാം? ഇപ്പൊ കേൾക്കാം. എനിക്ക് അന്ന് കണ്ട ഗായത്രി മാഡത്തെ ഞാൻ ഓർക്കുന്നുണ്ട്, എത്രത്തോളം വിഷമിച്ചിട്ടാണ് എന്റെ ഫ്രണ്ടിൽ നിന്നതെന്ന്. ഇപ്പൊ ഉള്ള ഒരു ഫേസ് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് നിറഞ്ഞു കേട്ടോ. ഐ എം സോ ഹാപ്പി, സത്യമാണ്. സോ ഇപ്പൊ ഹാപ്പി. സുന്ദരിയായില്ലേ? സുന്ദരിയായി, അന്ന് സുന്ദരിയാണ്, പക്ഷെ ചിരിക്കാൻ പറ്റാതെ വിഷമിച്ച് ദുഃഖിച്ചൊരു വാടിക്കറങ്ങിയ റോസാ പുഷ്പമായിരുന്നു. ഇന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഹാപ്പി ആയിരിക്കണ ഒരു റോസാ അതും കൂടി പുഷ്പം. Yeah. കുറച്ചുകൂടെ കളർ വെച്ചിട്ടുണ്ടോ? Yeah, അത് wow. മാം എല്ലാരും ഇവരൊക്കെ പറയണ ഞാനിപ്പോ ഫേഷ്യൽ ചെയ്ത പോലെ ഇരിക്കുന്നത്. കളറൊക്കെ വെച്ചിട്ടുണ്ട് മാം, സത്യം. Great, great, പിന്നെ great. അത് പിന്നെ ഇപ്പോഴത്തെ ഈ ക്ലാസ് ഇതും കൂടെ ഞാൻ പറയട്ടെ മാം. ഇത് ഇപ്പോഴും നടന്ന ഓൺലൈൻ ക്ലാസ് അതിന് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് മനസ്സിലാവുന്നത് ഈ ഇത്രയും നാൾ ഈ കൊണ്ട് നടന്നിട്ടുള്ള ഭാരമെല്ലാം എന്തായിരുന്നു എന്ന്. അപ്പൊ അതും കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ മറ്റേത് എനിക്ക് എന്താ ഒരു ജോലി പോലും അങ്ങനെ ചെയ്യാൻ ഭയങ്കര ക്ഷീണം തോന്നും. ബാക്ക് പെയിൻ അല്ല, കുറച്ച് നടന്നു കഴിയുമ്പോഴത്തെ അങ്ങ് ക്ഷീണം. ഇത്രയും പോലും നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ക്ഷീണം. എന്തെങ്കിലും ജോലി ചെയ്താലും ക്ഷീണം. അങ്ങനെ അപ്പൊ ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് ക്ലിയറൻസ്. അപ്പൊ എനിക്ക് മനസ്സിലായി, അന്ന് മാം എന്നോട് പറഞ്ഞായിരുന്നു ടൂ മച്ച് ഓഫ് അൺകോൺഷ്യസ്. അപ്പൊ അൺകോൺഷ്യസ് ആണ് ഞാനെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അന്നോട്ട് ആ വേർഡ് എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയി. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാനിങ്ങനെ എന്നോട് തന്നെ ചോദിച്ചോണ്ടിരുന്നത് അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, ഏത് കാര്യത്തിലാണ് ഞാൻ കോൺഷ്യസ് ആവേണ്ടത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും ഈ ഒരു ക്ലാസ്സും കൂടെ കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി അതെന്താണ് സംഭവം എന്ന്. കാരണം ഒരുപാട് കുട്ടിക്കാലം തൊട്ടേ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഇങ്ങനെ ട്രോമാസ് അതുപോലൊക്കെ ഉള്ള ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പോപ്പപ്പ് ചെയ്ത് വരികയും ഞാൻ അതെല്ലാം ക്ലിയറൻസ് ചെയ്ത് എനിക്ക് ഇപ്പൊ ഒരുപാട് എന്താ പറയാ ഒരുപാട് അങ്ങ് ലൈറ്റ് അത് തുടങ്ങിയിട്ടേ ഉള്ളൂ ആ ക്ലിയറൻസ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഏതെല്ലാം ഏരിയാസിലാണ് ഞാൻ എന്തൊക്കെയാണ് ഇത്രയും നാള് ചുമന്നോണ്ട് നടന്നത്. അപ്പൊ എന്റെ പെയിൻസിനും എന്റെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും എല്ലാത്തിനും എന്താണ് താങ്ക് യു കാരണം. ഗായത്രി ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒന്ന് അത്രയും താങ്ക് യു. എന്റെ ക്ലാസ്സുകൾ, ഞാൻ തന്നെ എടുക്കുന്ന ക്ലാസ്സുകളിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ക്ലാസ് സോ ആർ യു ഫിഷ് എന്ന് പറയുന്ന ക്ലാസ് ആണ്. കാരണം ഞാൻ ഒരുപാട് ക്ലാസ്സസ് എടുക്കാറുണ്ട്. മണി റിലേറ്റഡ് ആയിട്ടുള്ള കോൺഷ്യസ്നസ് മാറ്റാനുള്ള ക്ലാസ് എടുക്കാറുണ്ട്, ആക്സസ് ബാസ് എടുക്കാറുണ്ട്, ആക്സസ് ഫേസ് ക്ലാസ് എടുക്കാറുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ക്ലാസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോ ആർ യു ഫിഷ്. ഒരുപക്ഷെ ഞാൻ ഏറ്റവും നെഗ്ലക്ട് ചെയ്തിരുന്ന ഒരു ക്ലാസ് ആണത്. സോ ആർ യു ഫിഷ്. ഓക്കെ, അത് OCD ADHD ഓട്ടിസം ഉള്ള കുട്ടികൾക്ക് മാത്രം ഉള്ളതല്ലേ. പക്ഷേ ആ ക്ലാസ് എടുക്കവേ, ഈ ക്ലാസ്സുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എന്ന് വെച്ചാൽ ആ ക്ലാസ്സിന്റെ എനർജി അനുസരിച്ചിട്ടാണ് ക്ലാസ് പോവുക. അപ്പോൾ ആ ക്ലാസ്സിന് ശേഷം എനിക്ക് മനസ്സിലായി ഓരോ മനുഷ്യനും പൊട്ടുന്ന ഒരു ബോംബാണ്. ലൈക്ക് നോ, ഒരു അഗ്നിപർവ്വതമാണ് എല്ലാ മനുഷ്യരും തന്നെ. കാരണം അത്രത്തോളം പെയിനാണ് ഓരോരുത്തരും ഉള്ളിൽ കൊണ്ടു നടക്കുന്നത്. ഇത്രയും മീൻസ് നമ്മുടെ ഹൃദയത്തിലൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള എല്ലാ വേദനകളും അവിടെ തന്നെ കിടപ്പുണ്ട്. ഇറ്റ് ഇസ് നോട്ട് ഗോയിങ് എവേ. എത്ര കാലം കഴിഞ്ഞിട്ടും അതൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. ബട്ട് ആഫ്റ്റർ ദിസ് ക്ലാസ്, ഈ ക്ലാസ്സിന് ശേഷം ഫാമിലി റിലേഷൻഷിപ്പ് ബെറ്റർ ആയെന്ന് പലരും മെസ്സേജ് ചെയ്യാറുണ്ട്, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധം ബെറ്റർ ആയെന്ന് മെസ്സേജ് ചെയ്യാറുണ്ട്, തങ്ങളുടെ തന്നെ വളരെയധികം സമാധാനവും ശാന്തതയും ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് എക്സ്പ്രസ് ചെയ്യാറുണ്ട്. സോ ഓൾ ദിസ് മേക്സ് മീ, ഫോർ മീ ഓൾസോ പേഴ്സണലി, എന്റെ ലൈഫിലും ഞാൻ ഓർമ്മ പോലും ഇല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് ഈ ക്ലാസ്സിനിടയ്ക്ക് ഇങ്ങനെ ഓർമ്മ വരികയും അതിങ്ങനെ ഒരു സ്വപ്നത്തിൽ പോലും ഓർമ്മ വരികയും ആൻഡ് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു മീ ആസ് വെൽ ആൻഡ് എവ്രിബഡി ഹു ഈസ് ജോയിനിങ്. സോ ഇറ്റ് ഈസ് മൈ ഫേവറേറ്റ് ക്ലാസ്. ആൻഡ് ആ ക്ലാസ്സിൽ പലരും കരയാറുണ്ട്, ദുഃഖത്തോടെ ഇരിക്കാറുണ്ട്, പാസ് പെയിൻ ഒക്കെ കളയുമ്പോൾ. എനിവേ നിങ്ങൾക്ക് മറ്റൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും സോ ആർ യു ഫിഷ് എന്ന് പറയുന്ന ക്ലാസ് മറ്റൊന്നും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും മേ ബി പലരും ആലോചിക്കും, അയ്യോ ഭയങ്കര ഫീസ് അല്ലേ. ഭയങ്കര ഫീസ് ഒന്നും അല്ല.
ആ ഫീസിന്റെ ഗുണം മീൻസ് ആ ക്ലാസിന്റെ ഗുണം എന്ന് വെച്ച് നോക്കിയാൽ ഫീസൊക്കെ വളരെ കുറവാണ്. വേറെ ഒന്നും സാധിച്ചില്ലെങ്കിലും നിങ്ങൾ സോ ആർ യു ഫിഷ് ആ ക്ലാസ് നിങ്ങളോട് നിങ്ങൾ ചെയ്യുന്ന കരുണയാണെന്ന് ഞാൻ പറയൂ. ഓക്കെ, ശരി. താങ്ക് യു സോ മച്ച് ഗായത്രി ചേച്ചി. യൂസ് എ ക്ലിയറിംഗ് സ്റ്റേറ്റ്മെന്റ് എ ലോട്ട് ആൻഡ് കുഞ്ഞുനാളിലെ പെയിൻ അതൊക്കെ റിലീസ് ചെയ്യുക. ആൻഡ് മക്കളുടെയും ഹസ്ബൻഡിന്റെയും ഉള്ളിലുള്ള പെയിൻ ഒക്കെ റിലീസ് ചെയ്യാം. യാ, അതെ, ഓരോരുത്തരുടെ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് തന്നെ മനസ്സിലായി ഒരുപാട് നാളത്തെ പണി ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഞാൻ ഇപ്പൊ തന്നെ ഭയങ്കര ലൈറ്റ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര മാറ്റമാണ് മാം. താങ്ക് യു മാം. എനിക്ക് താങ്ക് യു സോ മച്ച്. എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോ തന്നെ ആ ചേച്ചിയുടെ ആ ഒരു വിഷ്വൽ കണ്ടപ്പോ തന്നെ ഐ എം സോ ഹാപ്പി വിത്ത് ദിസ് ഇസ് വാട്ട്. എന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചേച്ചി യു ആർ നോട്ട് ഏബിൾ ടു സ്മൈൽ. ചിരിക്കാൻ പറഞ്ഞിട്ട് പോലും എന്നോട് പറയണം എനിക്ക് പറ്റുന്നില്ല. ഗായത്രി ചേച്ചി എന്റെ ഫ്രണ്ടിൽ അന്ന് നിൽക്കുമ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് ചിരിക്കൂ, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് പറ്റില്ല, എന്താണ് എങ്ങനെയാണ് ചിരിക്കേണ്ടത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ മറന്നു അതെ, ഞാനിവിടെ പറയാം, മറന്നുപോയി എന്ന് പറയുമായിരുന്നു. മറന്നുപോയി. അതുപോലത്തെ കണ്ടീഷൻ. അതെ, താങ്ക് യു സോ മറന്നുപോയി, മച്ച്. അങ്ങനെ കണ്ടീഷനാണ്. താങ്ക് പക്ഷെ യു സോ മാറി. മച്ച്. ബ്രേവ് ആയിട്ട് താങ്ക് യു മാം. എനിക്ക് ആക്ച്വലി ഇത് ഗായത്രി ചേച്ചിനോട് ഒരുപാട് താങ്ക്സ് പറയണം. ബിക്കോസ് ഗായത്രി ചേച്ചിനോട് മാത്രമല്ല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന എല്ലാവരോടും. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആക്ച്വലി യുനോ വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒന്ന് ഇറ്റ്സ് എ കോൺട്രിബ്യൂഷൻ ടു മെനി പീപ്പിൾ. പല ആൾക്കാരും അവരുടെ വിഷമം പല സ്ഥലങ്ങളിലും പോകുന്നു, താൽക്കാലിക ആശ്വാസം കിട്ടുന്നു, പിന്നെ വീണ്ടും പ്രയാസത്തിലാവുന്നു, പിന്നെ വീണ്ടും പല പല സ്ഥലങ്ങളിൽ പോകുന്നു. എല്ലാം അന്വേഷിച്ച് ഒരിടത്തും എത്താതെ ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്നവർക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് എന്ന് നമ്മൾ നമ്മുടെ അനുഭവം കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു. മറ്റാരെങ്കിലും താങ്ക് യു പറയാൻ മാം. താങ്ക് യു. ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഷെയർ നമസ്കാരം യുവർ മാം. എക്സ്പീരിയൻസ്. നമസ്കാരം മാം. അമൃതക്കുട്ടി പറയൂ. മാം, ഈ വിൽ യു ടീച്ച് എ ഫിഷ് ടു ക്ലൈംബ് എ ട്രീ ആ ക്ലാസ് ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത് ആ ക്ലാസ്സിന്റെ പേര് സോ ആർ യു ഫിഷ് എന്നാണ് കേട്ടോ. സോ ആർ യു ഫിഷ്. യാ, ആ ക്ലാസ് ആക്ച്വലി ടൈറ്റിൽ നോക്കൂ, വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ടൈറ്റിൽ നോക്കൂ എന്താണ് എന്നുള്ളത്. അതെ ഫസ്റ്റ് ക്ലാസ്സിന് അത് അതെ, ഞാൻ അങ്ങനെയായിരുന്നു. അറിയാണ്ട് പേര് തെറ്റിച്ചിട്ടതാണ്. സത്യം പറഞ്ഞാല് ആ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് ഞാൻ അത് അറിയാണ്ടിട്ടതാണ് ഫസ്റ്റ് ക്ലാസ്സിന്. യാ, അമൃത പറയൂ യുവർ ഈ എക്സ്പീരിയൻസ്. ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോ ആ ടൂൾസ് ഉപയോഗിക്കാനും അതുപോലെ കുറെ ബോധ്യങ്ങൾ ലഭിക്കുകയും അതുപോലെ എന്റെ എക്സാമിന് തന്നെ അത് പ്രാവർത്തികമാക്കാനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതുപോലെ എന്താന്ന് വെച്ചാ ഞാനൊരു മീഡിയം സ്റ്റുഡന്റ് ആണ് മാം. എനിക്ക് ഒരു 75 അല്ലെങ്കിൽ ആ ഒരു 65 അല്ലെങ്കിൽ 75 അല്ലെങ്കിൽ 85 ആ ഒരു റേഞ്ച് മാർക്കുകളാണ് കൂടുതലും സ്കോർ ചെയ്യാൻ കഴിയുന്നത്. അമ്മ പറയുന്നത് നിനക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെ പഠിക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. ആ ഒരു ടൈമിൽ ഈ ഒരു ടൂൾസ് കിട്ടിയത് വളരെ ഒരു ഉപകാരമായിരുന്നു. അതെനിക്ക് എക്സാമിന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു. എനിക്ക് എന്റെ മാർക്ക് വന്നപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി എന്ന് വേണം പറയാൻ. കാരണം ടോപ്പ് സ്കോർ ആയിട്ട് ആ ക്ലാസ്സിൽ ഞാൻ മാറുകയുണ്ടായി. അതും ഏറ്റവും പഠിക്കുന്ന ബുജിയായിട്ടുള്ള ഒരു കുട്ടിയെ പോലും 4 മാർക്കിന്റെ വ്യത്യാസത്തിൽ അതിനെ കടത്തി വെട്ടിയാണ് ഞാൻ മുന്നേറിയത്. എത്ര അത് പെർസെന്റേജ് വല്ലാത്ത ഉണ്ടായിരുന്നു നിരാശനായി. മാർക്ക്? അത് 85 എത്ര 89% ഉണ്ടായിരുന്നു. വാവ്, അതായിരുന്നു ടോപ്പർ. അതായിരുന്നു ടോപ്പ്. എഫ് ഗ്രേഡ് എന്ന് പറയുന്നത് ടോപ്പ് ഗ്രേഡ് ആയിരുന്നു അതില്. വാവ്, ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ്. മറ്റെന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട് ആക്സസ് ടൂൾസ് ഉപയോഗിച്ചിട്ട്? ആക്സസ് കുടുംബത്തിലേക്ക് കടന്നു വരാൻ കാരണം തന്നെ അമ്മയാണ്. കാരണം അമ്മയ്ക്കാണെങ്കിൽ ഫിനാൻഷ്യലി പ്രോബ്ലംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആണ് ഇതിലേക്ക് എങ്ങനെ മാം പറഞ്ഞതുപോലെ എന്താണ് അതിനൊരു സൊല്യൂഷൻ എന്ന് തേടി അലഞ്ഞ് മാമിന്റെ കീഴിൽ ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ വീഡിയോ കണ്ട് അങ്ങനെ വരികയാണ് ചെയ്തത്. അതിലൂടെ നമുക്ക് ഒരുപാട് ടൂൾസ് ഉപയോഗിക്കാനും ഈ ബാർഡ്സ് ക്ലാസ്സസ് അതൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരുപാട് മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ ഒരാൾക്ക് ആപത്ത് ഘട്ടത്തിൽ കുറച്ച് മണി സഹായിക്കാനായിട്ട് കൊടുത്തിരുന്നു. അവര് തിരിച്ച് നമുക്ക് അത് തരുന്നുമില്ല, പിറകെ ചോദിച്ച് എത്രയെന്ന് വെച്ചാ ചോദിക്കുന്ന, അങ്ങനെ വല്ലാത്തൊരു മാനസിക പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന ആ ഒരു ടൈമിലായിരുന്നു ഈ ബാർഡ്സ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ആ മാമിന്റെ ക്ലാസ്
ഉം, ഓരോ നിമിഷം കേൾക്കാനും അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും തുടങ്ങി. അതിനുശേഷം അമേസിങ് മിറാക്കിൾ ആണ് മാം ക്രിയേറ്റ് ചെയ്തത്. അദ്ദേഹം ഇപ്പൊ തിരിച്ചു നൽകിക്കൊണ്ടിരിക്കുകയാണ് മണി. വാവ്, എല്ലാ കാശും തിരികെ കിട്ടട്ടെ, ഫുള്ളും തിരികെ കിട്ടട്ടെ. യെസ് മാം. ഓക്കെ, ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രേറ്റ്. ഏറ്റവും ഇനി വലിയ ഞാനുണ്ട്. മിറാക്കിൾ ആണ്. ഇനി പറഞ്ഞാലും തീരാത്ത ഒരുപാട് മിറാക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് ഈ രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മിറാക്കിളിന് ഞാൻ ചുരുക്കുന്നു. ഓർക്കുന്നുണ്ട് ഒരിക്കൽ ആക്ച്വലി അമൃത പറഞ്ഞത് ലോട്ടറി ടൂൾസ് ഉപയോഗിച്ച് ലോട്ടറി ക്രിയേറ്റ് ചെയ്തതും അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് മിറാക്കിൾസ് അമൃത ഗ്രൂപ്പിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. അമ്മയാണ് ക്ലാസ് പഠിച്ചതെങ്കിലും അമ്മയിൽ നിന്ന് എല്ലാം പകർന്നെടുത്ത് മകളാണ് ഏറ്റവും കൂടുതൽ ടൂൾസ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആ ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് സ്കൂളിലും നല്ല മാർക്സ്, സോറി സ്കൂളിലല്ലോ, ലൈക്ക് യുനോ വാട്ട് എവർ ഫീൽഡ് യു ആർ ലേണിംഗ്, ഡിപ്ലോമ ആ ആയിരുന്നു. ലൈക്ക് യുനോ ആ ഫീൽഡിനകത്ത് നല്ല മാർക്ക് വാങ്ങി എന്നൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഇത് അമൃത മാഡം മാത്രം പറയുന്നതല്ല, സ്കൂളിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിവില്ലാത്ത ലൈക്കിനോ ബാക്ക്ലോട്ടുള്ള കുട്ടികൾക്ക് ടൂൾസ് ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ട് അവർ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് വർദ്ധിക്കുന്നു എന്നൊക്കെ ഒരുപാട് പാരന്റ്സ് പറയാറുണ്ട്. ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, വേൾഡ് വൈഡ് പറയാറുണ്ട്. ചില മാം ശരിക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത എന്റെ അനിയന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ഇതിനെ കുറിച്ചൊന്നും ക്ലിയർ ആയിട്ടൊരു ധാരണ ഇല്ലാതെ കയറിയതാണ്. പക്ഷെ എനിക്ക് നല്ലൊരു ബെനിഫിറ്റ് ആയിരുന്നു. മാത്രമല്ല അനിയനും. താങ്ക് യു സോ മച്ച്. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങള് കൊച്ചു പ്രായത്തിലെ ഈ ലേൺ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ലൈഫിലെ എല്ലാ മേഖലയും അവർക്ക് യൂസ് ചെയ്യാൻ പറ്റും, അവർക്ക് ബെറ്റർ ആക്കാൻ പറ്റും. പല കുട്ടികളും ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് ഷെയർ ചെയ്യാറുണ്ട്. താങ്ക് യു സോ മച്ച് അമൃത കുട്ടി, താങ്ക് യു. വെൽക്കം മാം. All right, so thank you. Anybody else, if you want to share, please share. നമുക്ക് ഓൾറെഡി ടൈം എക്സീഡ് ആയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവങ്ങൾ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. മാം ഓ, ആരതി ചേച്ചി. ഓ ആക്സസിലേക്ക് കടന്നു വന്നതിന് ശേഷം ലൈഫ് മൊത്തം മിറക്കിൾസ് ആണ് മാം. ലൈഫ് മൊത്തം എന്നും മിറക്കിൾസ് ആണ് മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏറ്റവും കൂടുതൽ ഭയങ്കര അമേസിംഗ് ആണ് മാം അതിലെ ടൂൾസ് എന്ന് പറയുന്നത്, സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്, ഡെയിലി എന്ന് വെച്ചാൽ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട് മാം. അതിന്റെ എന്താ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴുണ്ടല്ലോ മാം, അത് എന്താ അതങ്ങ് ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പം ഓരോ ടൂൾസും ഓരോ സിറ്റുവേഷൻസിന് യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ആ സിറ്റുവേഷൻ അങ്ങ് മാഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് മാം. നമ്മളുടെ ലൈഫിൽ എനിക്ക് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടെന്ന് പറഞ്ഞാൽ ലൈഫിൽ സിറ്റുവേഷൻസ് വരുന്നുണ്ട്, ഓക്കെ, എപ്പോഴും നല്ല സിറ്റുവേഷൻസ് ആവണമെന്നില്ല. പക്ഷെ അതിനെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു എന്താണ് മാം, അത് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ടൂൾസ് എന്നൊക്കെ പറയുന്ന ഭയങ്കര 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 എത്ര പറഞ്ഞ എങ്ങനെ പറയണോന്ന് അറിയത്തില്ല മാം. അതിന്റെ ആ ഒരു എന്താ പറയാ, സത്യമായിട്ട് ആനന്ദ ചേച്ചി, താങ്ക് യു സോ മച്ച്. ചേച്ചിയുടെ ആ ശബ്ദത്തിൽ തന്നെ എന്തൊരു ഹാപ്പിനെസ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ അത് ലൈക്ക് ഇപ്പൊ കാണാതെ പറയുന്നത് അതൊന്നും അല്ല. ഇറ്റ്സ് സംതിങ് ഈസ് കമ്മിങ് ഫ്രം യുവർ സൗണ്ട് ഇറ്റ്സെൽഫ്. ആൻഡ് എനർജി തന്നെ മാം. അതെന്ന് പറയുന്നത് എനിക്ക് ഗൂസ്ബംസ് വരും പറയുമ്പോഴത്തേക്ക് മാം. സത്യം, എനിക്ക് ഫീൽ ഗൂസ്ബംസ് ദാറ്റ്. എനിക്ക് ശരിക്കും അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാ പറഞ്ഞേ. എനിക്ക് അത് ബോൾഡ് ആയിട്ട് പറയാന്. താങ്ക് യു. ഓക്കെ, താങ്ക് യു ആരതി ചേച്ചി. എന്തെങ്കിലും പ്രോമിനന്റ് ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും സന്തോഷമോ എന്തെങ്കിലും പ്രകടിപ്പിക്കാനുണ്ടോ ആരതി ചേച്ചി? സാർ ഒരു മിനിറ്റ്, ആരതി ചേച്ചി പറഞ്ഞു തീർന്നില്ല. മാം കേട്ടില്ല. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് നേരത്തെ അമൃത പറഞ്ഞതുപോലെ, അമൃത ലൈക്ക് മാർക്ക് ടോപ്പർ ആയിട്ട് പറഞ്ഞതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം പറയണം. എല്ലാം സ്പെഷ്യൽ ആണ് മാം. അതാണ് എന്നിരുന്നാൽ പ്രത്യേകത. പോലും ഒരുപാടായി പോകുമ്പോ ഒന്നുപോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. മണി ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അത് ഭയങ്കര, ഇവിടെ എല്ലാവർക്കും ഭയങ്കര മിറക്കിളായി പോയി കേട്ടോ മാം. മണി ക്ലാസ് അറ്റൻഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം ഒരു നൈബർ, ഞാൻ പറഞ്ഞിരുന്നു മാമിന്റെ അടുത്ത്, ഞാൻ ഷെയർ ചെയ്തിരുന്നു. തൊട്ടടുത്ത ഒരു ആന്റി എനിക്ക് കുറച്ച് ക്യാഷ് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് ഇരിക്കട്ടെ എന്ന്. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് അങ്ങ് ഇതെങ്ങനെ സംഭവിച്ചു, ഇത് എന്താ ഈ നിങ്ങൾക്കും സംഭവം. ഉണ്ടാകട്ടെ.
അങ്ങനെ ആയിപ്പോയി മാം. അവരങ്ങ് വല്ലാതെ അങ്ങ് ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. കുറെ എന്നും ഇപ്പോഴും അത് പറയാറുണ്ട്, ഇത് സംഭവിച്ചു, എങ്ങനെ ഇത് സംഭവിച്ചു. അപ്പൊ ഞാൻ എപ്പോഴും ഇതാ പറയുന്നത്, ഇതിൽ വന്ന ആക്സസിൽ വന്നതിന് ശേഷം പിന്നെ ഒരുപാട് കാര്യങ്ങൾ മാം. എനിക്ക് ഏറ്റവും കൂടുതൽ മിറക്കിൾ എന്ന് പറയുന്നത്, എനിക്ക് ചെറിയ ചെറിയ കാര്യത്തിന് പോലും ഭയങ്കര ടെൻഷൻസ് ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സിറ്റുവേഷൻസ് വരുന്നതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്യാനും പറ്റുന്നു എന്നുള്ളതാണ് എന്റെ ലൈഫിലെ ഏറ്റവും വലിയ മിറക്കിൾ എന്ന് പറയുന്നത് മാം. ചേച്ചി അത് ഒരുപാട്. തന്നെയാണ് ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. കാരണം അതെ 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 നമുക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന മഴയെ പിടിച്ചിർത്താൻ പറ്റില്ല, വെയിലിനെ പിടിച്ചിർത്താൻ പറ്റില്ല, കാറ്റിനെ പിടിച്ചിർത്താൻ പറ്റില്ല. ഈ ജീവിതത്തിൽ സംഭവിക്കേണ്ട സാഹചര്യത്തിൽ പല സാഹചര്യങ്ങൾ ഉണ്ടാവാം, പല മരണങ്ങൾ ഉണ്ടാകാം, വേർപിരിയലുകൾ ഉണ്ടാകാം, സാമ്പത്തികമായിട്ടുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, ആരോഗ്യപരമായിട്ട് നമ്മളെപ്പോഴും ഒരേ ആരോഗ്യാവസ്ഥയിലായിരിക്കില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരം കുറച്ചുകൂടെയൊക്കെ വീക്ക് ആവാൻ തുടങ്ങും. അങ്ങനെ പലതരത്തിലുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം, നമ്മളോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അങ്ങനെയുള്ള പല സാഹചര്യങ്ങളുണ്ട്. ഹവർ ഈ സാഹചര്യങ്ങളൊന്നും നമുക്കൊന്നും അല്ലാത്തൊരു അവസ്ഥയിൽ എത്തിപ്പെടുക എന്ന് പറയുന്നതാണ് ദ ഗ്രേറ്റസ്റ്റ്. അതായത് നമ്മുടെ അതെ മനസ്സിന്റെ അതെ. ഏറ്റവും ഉയർന്ന തലം എന്ന് പറയുന്നതാണ് ആ തലം. അപ്പൊ ആ തലത്തിലോട്ടൊക്കെ എത്താൻ കഴിഞ്ഞെങ്കിൽ മറ്റുള്ളവരെടുത്ത് it's a great thing. മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് നമുക്കത് ഹേർട്ട് ആവാണ്ടിരിക്കുക, അവരുടെ അടുത്ത് ദേഷ്യം തോന്നാതിരിക്കുന്ന ഒരു അവസ്ഥ ഒരുപാട് കിട്ടിയെന്നല്ല മാം, അതിൽ ചെറിയൊരു അംശം കിട്ടിയപ്പോൾ പോലും എന്തൊരു റിലീഫ് എന്നറിയോ മനസ്സിന്. മറ്റുള്ളവർ ഫ്രണ്ടിൽ നിന്ന് വഴക്ക് പറയുമ്പോഴത്തേക്ക്, കുറ്റപ്പെടുത്തുമ്പോഴും ഒന്നും തോന്നാതിരിക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നു മാം. ഭയങ്കര ലൈറ്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത്. സോ മച്ച് താങ്ക് യു. ഇത് തന്നെയാണ് കേട്ടോ, ഇതാണ് പറയാനുള്ളത്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ ലൈക്ക് ഒരുപക്ഷെ വി കനോട്ട് ചേഞ്ച് എ ട്രേറ്റ് ഓഫ് എ പേഴ്സൺ. എന്നാൽ നമുക്കത് കഴിയും. ഒരു മനുഷ്യന്റെ ട്രേറ്റ്സിനെ മാറ്റാൻ കഴിയും. നമ്മുടെ ശക്തി ഒരുപാട് വർദ്ധിപ്പിച്ചു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഹവർ ആക്ച്വലി ആ സാഹചര്യങ്ങളിൽ നമുക്ക് നിലനിന്ന് പോകാൻ കഴിയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. താങ്ക് യു സോ മച്ച് ആരോഗ്യ ചേച്ചി, ആ ഒരു സ്റ്റേജിലോട്ട്. കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുക, കരയുക, അതെ വിഷമിക്കുക, അതെ അതെ. വൈരാഗ്യം കൊണ്ട് നടക്കുക. ഇതൊക്കെ നമ്മളെ കൂടുതൽ ഉറങ്ങാൻ അനുവദിക്കാത്ത അവസ്ഥയിലെത്തുക, പിന്നെ സ്ട്രെസ് ആൻസൈറ്റിയിലൂടെയൊക്കെ കടന്നു പോവുക, പിന്നെ രോഗികളായി തീരുക. ആ എല്ലാ പ്രോസസ്സുമാണ് നമ്മൾ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യുന്നത്. അതെ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഓക്കെ, എല്ലാവർക്കും. താങ്ക് യു ആരതി ചേച്ചി, താങ്ക് യു സോ മച്ച്. വിശ്വകുമാരൻ സാർ എന്തോ പറയാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് സാർ. പെട്ടെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഒരു അനുഭവം മാത്രം പറയാം. പറയൂ സാർ. അതായത് ഇപ്പൊ ഇടയ്ക്ക് ഞാൻ ബാംഗ്ലൂർ പോയിരുന്നു. ഓക്കെ. അപ്പോൾ ബാംഗ്ലൂർ എൻ്റെ ചെറുമകൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്നൊരു ബർത്ത്ഡേ പാർട്ടി നടത്താനായിട്ട് അവനെ ക്ഷണിച്ചു. അവൻ പോയി. രാത്രി അവർ പറഞ്ഞാൽ അവിടെ സ്റ്റേ ചെയ്യാം അവരുടെ വീട്ടില്. അപ്പൊ അവൻ പറഞ്ഞു ഇല്ല പോകാൻ പറ്റില്ല, അപ്പന് സുഖമില്ലാന്ന് പറഞ്ഞു. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി, എന്നെ സുഖമില്ല എന്ന് പറഞ്ഞു. രാത്രി 12 മണിയായപ്പോൾ ഞാൻ സുഖമില്ലാതെ ആയി. പിറ്റേ ദിവസം അവൻ വന്നപ്പോഴാണ് പറഞ്ഞത്, അവര് ചോദിച്ചപ്പോ ഇങ്ങനെ പറഞ്ഞു. വാക്കുകൾ ഭയങ്കര ശക്തിയുള്ളതാണ് ശരിക്കും. താങ്ക് യു സോ മച്ച് സാർ, താങ്ക് യു. ഈ ഒരു കാര്യം ഇപ്പൊ പറഞ്ഞതിന് താങ്ക് യു. വാക്കുകൾ വളരെ ശക്തിയുള്ളതാണ് ശരിക്കും. ഇന്നത്തെ ദിവസത്തില് ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഇന്നത്തെ ദിവസം ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം ശാപവാക്കുകളെ കുറിച്ചാണ്. വിശ്വകുമാരൻ സാർ ഇപ്പൊ പറഞ്ഞത്, പേരക്കുട്ടി അപ്പൂപ്പന് സുഖമില്ല എന്ന് വെറുതെ ഒരു കള്ളം പറഞ്ഞപ്പോ ആ കള്ളം ശരിക്കും അപ്പൂപ്പനെ എഫക്ട് ചെയ്തു എന്നുള്ളതാണ്. അതിനെ കുറിച്ചിട്ടാണ് വിശ്വകുമാർ സാർ പറഞ്ഞത്. ദാറ്റ് ഇസ് ട്രൂ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചൊക്കെ ഈ അപവാദം പറയുന്നതും ശപിക്കുന്നതും, ശാപം ഏൽക്കുമോ ഇല്ലേ, ഇത് ശാപമല്ല കേട്ടോ, ദിസ് ഇസ് നോട്ട് ശാപം. ഹവർ ശാപത്തെക്കുറിച്ചും നമ്മൾ ഉപയോഗിക്കേണ്ട വാക്കുകളെ കുറിച്ചും ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ഇരുന്നതാണ്. എനിവേ ടൈം ഇന്ന് എക്സീഡ് ആയതുകൊണ്ട് മറ്റൊരു ദിവസത്തെ ക്ലാസ്സിൽ ശാപത്തെക്കുറിച്ചും, എത്ര തരത്തിലുള്ള ശാപമുണ്ട്, എങ്ങനെയൊക്കെയാണ് നമ്മൾ അതിന്റെ എഫക്റ്റ് ആയിട്ട് മാറുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു തരാം. ആൻഡ് അതിനകത്തുനിന്ന് പുറത്തിറങ്ങാനുള്ള വഴികളും ആക്സസിലുണ്ട്. ആക്സസിന്റെ ടൂൾസ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കൂടുതൽ ആക്സസിന്റെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക, പഠിക്കുക, ലേൺ ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ റൂൾസ് ആണ്. ബി ഓൺ ഇറ്റ് എഫക്ട്, ഇറ്റ്സ് അപ് ടു യു. ഓൾറൈറ്റ്, സോ താങ്ക് യു വിശ്വകുമാരൻ നായർ സർ. മറ്റാരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ?
മറ്റാരെങ്കിലും അനുഭവങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറയാം, ഇല്ല എങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. മാം. ഓ, ശാന്തി ചേച്ചി ആ, നമസ്തേ, എല്ലാവർക്കും നമസ്തേ, നമസ്തേ. പറയൂ. നമ്മള് എന്താണ് പറയണ്ടതെന്ന് എന്താ ആ ഒരു ഇതിലാണ് ഞാൻ പറയാതെ ഇങ്ങനെ ശ്രദ്ധിച്ച് പറയണത് കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾക്ക് ജീവിതത്തില് ഏതൊരു സിറ്റുവേഷനിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് നേരത്തെ ആക്സസിലേക്ക് എത്തുന്നതിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ആ ഒരു അതിനെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു രീതിയല്ല പഠിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടായിട്ടുള്ളത്. അതാണ് ഏറ്റവും വലിയ മിറാക്കിൾ എനിക്ക് പറയാനുള്ളത്. നമുക്ക് ജീവിതമാണ്, അതിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ അതിനെ ഫേസ് ചെയ്യാം. നമുക്ക് വളരെ ലൈറ്റായിട്ട് തന്നെ അതിനെ കാണാനും നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തില് അത് നമ്മളുടെ ചിന്തകളിലും മാറ്റം വരുത്തിക്കൊണ്ടും നമ്മുടെ സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിച്ചുകൊണ്ടും ഒത്തിരി മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് അനുഗ്രഹത്താൽ. പറയാൻ പറ്റുമോ ചേച്ചി? ബിക്കോസ് ഇപ്പൊ എന്റെ അനുഭവം പറയുകയാണെങ്കിൽ എനിക്ക് ആക്സസ് കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് എന്റെ ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, പിന്നെ വീണ്ടും പ്രൊമോഷൻ കിട്ടുന്നു, സാലറി വർദ്ധിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളൊക്കെ എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഇതുപോലെ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്, കാരണം നമ്മളെല്ലാവരും എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ അതൊരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ശരിയാണ്. നമുക്ക് ജോലി ലഭിക്കുന്നു, മക്കൾക്ക് ജോലി ലഭിക്കുന്നു, മക്കൾക്ക് വിസ അടിക്കുന്നു, ലൈക്ക് മക്കളുടെ അതന്നെ. കല്യാണം നടക്കുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഞാനത് യൂട്യൂബിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും ഓരോരുത്തരും ഷെയർ ചെയ്യുമ്പോൾ, സ്പെസിഫിക് ആയിട്ട് ഒരു കാര്യമെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അത് വ്യൂവേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ടും ലൈക്ക് അതെ. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ടൂൾസ് യൂസ് ചെയ്യാം, മക്കളുടെ കല്യാണം വരുമ്പോഴും യൂസ് ചെയ്യാം, കല്യാണത്തിന് തടസ്സം നേരിടുമ്പോഴും യൂസ് ചെയ്യാം. ടൂൾസ് പഠിച്ചതിന് ശേഷം അതേ ടൂൾസ് തന്നെ നമുക്ക് ലാൻഡ് പർച്ചേസിന് യൂസ് ചെയ്യാം, ഓർ കടം തീർക്കാനും യൂസ് ചെയ്യാം, ഓർ പിന്നീട് ജോലി ഇല്ലാത്ത അവസ്ഥ, മക്കൾക്ക് കുഞ്ഞുങ്ങളില്ലാത്ത, സോ ഇങ്ങനത്തെ എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ ആക്സസിലൂടെ കടന്നു പോകുന്നവർ ഒരുപാട് ഗ്രേറ്റ് തിങ്സ് സംഭവിക്കുന്നുണ്ട്. Can you say if ഷെയർ ചെയ്യുന്നവര് Yes, ma'am. ഒരു Yes. കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ എവ്രി വൺ. Yes, ma'am. ഇതുപോലെ മാം പറഞ്ഞ പോലെ മകന് അത് തോന്നുകയാണെങ്കിൽ ചേച്ചി, ഞാനിപ്പോ പറഞ്ഞത് കൊണ്ട് പറയരുത്, അല്ല, ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ച സമയത്ത് അതിനൊരു എന്താ പറയാ, ഒരു ബാരിയറുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, മാമിനറിയാം. അപ്പം അത് അവിടെ വളരെ ഒരു മിറാക്കിളായിട്ട് അത് ആ തടസ്സങ്ങളെല്ലാം മാറുകയും അതിലേക്ക് എത്തുകയും ചെയ്തു. അതൊരു ഈ നമ്മുടെ ആക്സസിലെ താങ്ക് യു സോ വലിയൊരു മച്ച് ശാന്തി ചേച്ചി. ശാന്തി miracle. ചേച്ചിയുടെ മകന് ആക്ച്വലി UK വിസയുടെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് പറയുകയും ആൻഡ് ഇറ്റ് ആക്ച്വലി ആ ബ്ലോഗ്സ് ഒക്കെ മാറി ഇറ്റ് ഗോട്ട് റെഡി എന്നുള്ളതാണ്. അതുപോലെ ശാന്തി ചേച്ചിക്ക് മാത്രമല്ല, അനേകരുടെ മക്കൾക്ക് ജോലി തടസ്സം ഉണ്ടായിരുന്ന സമയത്ത് മാരേജ് ഒക്കെ വളരെ ബെറ്ററായി മാറുന്ന ഒരു അവസ്ഥ പലർക്കും. ഐ സീ മിറക്കിൾസ് എവ്രി ഡേ, പക്ഷെ പീപ്പിൾ ഡോണ്ട് ഷെയർ. അതുകൊണ്ട് നിങ്ങൾ Thank God. ശാന്തി ചേച്ചി, താങ്ക് യു. Thank you so much. സതീഷ് Thank സാറ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ, സാർ എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞോളൂ. താങ്ക് യു ശാന്തി ചേച്ചി, താങ്ക് യു. താങ്ക് യു. ഗുഡ് ഈവനിങ്. ആ. സതീഷാണ് കാലിക്കറ്റ്. പറയൂ സർ. ഓക്കെ. ഞാൻ മാഡത്തിന്റെ സർ ആക്ച്വലി കുമിഞ്ചാൻ പുകച്ചിട്ടിരിക്കുകയാണോ അതോ? അല്ല, വെളിച്ചത്തിന്റെ ഒരു കുറവുണ്ട്. ഓക്കെ, കാണാൻ പറ്റും. പറയൂ സർ. ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ പരീക്ഷന്റെ ഒരു കാലമല്ല. മാഡം നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് പരീക്ഷനെ അഭിമുഖീകരിക്കുന്നതിനുള്ള ഒരു പ്രയാസം, പേടി, പഠിച്ചത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ കഴിയാത്ത എന്റെ അടുത്ത് തന്നെ കുറച്ച് കുട്ടികൾ ഇത്തരത്തില് പറയുകയും കൂടി ചെയ്തു. ചോദിക്കുക, നമുക്ക് ആക്സസിന്റെ ഇതിപ്പോ യൂട്യൂബിലും കൂടി വരുന്നതായതുകൊണ്ട് മാഡത്തിന്റെ ആക്സസിന്റെ ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലക്ക് അങ്ങനെ പരീക്ഷയെ അഭിമുഖീകരിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, മാഡത്തിലൂടെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്, ഒരു ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രാക്ടീസ് എന്തെങ്കിലും ഒന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ? സർ ആക്ച്വലി
സാർ അറിയായിരിക്കും, ഞാൻ ആക്സിസിന്റെ ലൈസൻസ്ഡ് ഫെസിലിറ്റേറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരുടെ ബുക്കിന്റെ താഴെ, സാറിന് ലഭിച്ച ബുക്കിന്റെ താഴെ എഴുതിയിരിക്കുന്ന വായിക്കാം. ആക്ച്വലി സോഷ്യൽ മീഡിയസ് ഒരിടത്തും എനിക്ക് അവരുടെ യാതൊരു സ്റ്റേറ്റ്മെന്റ്സും പറയാനുള്ള അനുവാദവും ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് മറ്റു ടൂൾസ് എല്ലാം, മറ്റു വിദ്യകൾ, അറിയുന്ന എല്ലാ വിദ്യകളും പറഞ്ഞാലും ആക്സസിന്റെ ടൂൾസ് ഒന്നും, കാരണം അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, അത് അങ്ങനെ നമുക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് സാധ്യമല്ലാത്തത് കൊണ്ടാണ്. എന്നാൽ അതിന്റെ ലൈസൻസ് ലഭിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ക്ലാസ്സസ്, അവരുടെ ഒരുപാട് ക്ലാസ്സസ് ഞാൻ വീണ്ടും വീണ്ടും അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ലൈസൻസ് ലഭിക്കുന്ന ഒരു സമയം വരും. അത് ലഭിച്ചതിന് ശേഷം എനിക്ക് അവരുടെ തന്നെ പെർമിഷൻ ലഭിക്കുമ്പോഴത്തേക്കും എനിക്ക് യൂട്യൂബിൽ ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റഡീസിന് പുറകിൽ നിൽക്കുന്നവർക്ക്, അങ്ങനെ പല മേഖലകളിലും എനിക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. മേ ബി ഒരു 3-4 മന്ത്സിനകത്ത് ആ ലൈസൻസ് എടുക്കാനുള്ള ഒരു ശ്രമത്തിലായിട്ട് കൂടുതൽ ക്ലാസ്സസ് ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ മാഡം. ഒന്ന് ബാസ് ഒന്ന് ചെയ്തു കൊടുക്കൂ, സോ അവർക്ക് സ്ട്രെസ് ഒക്കെ മാറി കിട്ടും. വേൾഡ് വൈഡ് ആക്ച്വലി അത്ലറ്റ്സ്, പഠിക്കാൻ മോശമായിട്ടുള്ള പ്രയാസമുള്ള കുട്ടികളൊക്കെ റൺ ചെയ്യുന്നതാണ് ബാസ്. സോ അവർക്ക് ജസ്റ്റ് സാർ ഒന്ന് ചെയ്തു കൊടുക്കും. ഇറ്റ് ഹെൽപ്പ് അല്ലേ ഓക്കെ. എല്ലാവരും, പഠിച്ച എല്ലാവരും തന്നെയും 5 കുട്ടികൾക്കോ 2 കുട്ടികൾക്കോ ചെയ്തു കൊടുത്താൽ തന്നെ അത് അവർക്ക് 1 മണിക്കൂറൊന്നും ചെയ്യേണ്ട, ഒരു ഹാഫ് ആൻ അവർ ഒക്കെ അവരുടെ പെർമിഷൻ എടുത്തിട്ട് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്പ്. പിന്നെ മറ്റൊന്ന് സാർ, ഉള്ളിൽ നിന്ന് ഇതിന്റെ ബെനിഫിറ്റ്സ് അറിയാണ്ട് ആരും യൂസ് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ വന്ന് എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്, എന്തൊക്കെയാണ്, എങ്ങനെയാണ്, പിന്നെ അത് അവർക്ക് യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് വന്നു. കഴിഞ്ഞ ക്ലാസ്സിലുണ്ടായ ഒരു അനുഭവം, ഫസ്റ്റ് ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് മകൻ കൂടെ വരുന്നത്. 10 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ അച്ഛൻ നിർബന്ധിച്ചിട്ട് ക്ലാസ്സിലെന്നും പറഞ്ഞിട്ടാണ് ആ കുട്ടി വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ ആക്ച്വലി ഇന്ന് അച്ഛൻ നിർബന്ധിച്ചിട്ടാണ് വന്നത്, മോൻ നാളെ ക്ലാസ്സിൽ വരേണ്ടതില്ല. മോൻ അങ്ങനെ ആരെയും നിർബന്ധിച്ച് എനിക്ക് ക്ലാസ്സിൽ ഇരുത്തുന്ന ഇഷ്ടമില്ല. ദ നെക്സ്റ്റ് ഡേ അച്ഛൻ എനിക്ക് മെസ്സേജ് അയക്കുകയാണ്, എന്റെ മകനെ ഇന്നുകൂടെ കൊണ്ടുവന്നോട്ടെ. ഞാൻ പറഞ്ഞു, മകനെ നിർബന്ധിച്ച് കൊണ്ടുവരാത്, മോന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ കൊണ്ടുവരാം. അപ്പൊ അച്ഛൻ പറയാണ്, അവൻ എന്നെ ഉറങ്ങാൻ, മീൻസ് അച്ഛൻ എന്നെയും കൂടെ കൊണ്ടുപോയേ പറ്റൂ. ആ സ്റ്റാൻഡിലാണ് കുട്ടികൾ വരുന്നത്. നമ്മളെക്കാൾ കൂടുതൽ അവർ ഈസിലി ആക്ച്വലി പിക്ക് ചെയ്യും പഠിക്കുന്ന ടൂൾസ് ഒക്കെ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും, പക്ഷെ സ്കൂൾസ് നിന്നൊക്കെ നമുക്ക് പെർമിഷൻ കിട്ടുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ആക്ച്വലി നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷെ ആദ്യം ഇതിന്റെയൊക്കെ ബെനിഫിറ്റ്സ് എല്ലാവരും അക്നോളജ് ചെയ്ത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്കൂൾസിലൂടെയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഓർ ത്രൂ എനി ഓർഗനൈസേഷൻസ്, ട്രസ്റ്റ്, ചാരിറ്റി ഫോറംസ്, ഇതിലൂടെയൊക്കെ നമുക്ക്, ആൻഡ് ഐ എം റെഡി ടു ഡു ദാറ്റ് ആസ്. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. സോ മൈ ഡിയർ ഓൾ, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഡേ. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് നന്ദി. ഇനിയൊരു ദിവസത്തിൽ ആക്ച്വലി ഞാൻ ശാപവാക്കുകൾ, ഓക്കെ, അതെന്താണെന്ന് നമ്മൾ മറ്റൊരു ദിവസം കൃത്യമായിട്ട് പറയാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും കുഞ്ഞുങ്ങളെയോ വീട്ടിലുള്ളവരെയോ ആരെങ്കിലും ശപിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങളെയും ബാധിക്കും തലമുറകളോളം. മീൻസ് നിങ്ങളുടെ തന്നെ വീണ്ടും വീണ്ടുമുള്ള റീബർത്തിൽ നിങ്ങളെയും ബാധിക്കും, നിങ്ങൾ നൽകുന്നവർക്കും ബാധിക്കും. സ്വന്തം കുഞ്ഞുങ്ങളോടൊന്നും അത് ചെയ്യാതിരിക്കുക. അകാരണമായതൊന്നും ഏശുകയും ഇല്ല. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഓൾവേസ് ബി ഹാപ്പി, ബി ഹാപ്പി, ബി ഹാപ്പി. നമ്മൾ കടന്നു പോകുന്ന സന്തോഷകരമായ നിമിഷങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശരീരത്തിലും സാഹചര്യത്തിലും എല്ലാം ഉണ്ടായിരിക്കേണ്ടത്. വേദനയോടുകൂടി ഈ ജന്മമെങ്കിലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിന്ന് പോകാൻ കഴിയാതിരിക്കട്ടെ. ഈ ജന്മമെങ്കിലും ആനന്ദത്തോടു കൂടി ഈ ശരീരത്തിൽ നിന്ന് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്. Thank you so much. Thank you so much. Thank you.